إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലുമായി ജീവിതം നയിക്കേണ്ട ബാധ്യതയുള്ളവരാണ് നാം. മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഇബാദത്തുകളിലായി നിലകൊള്ളാനാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഅ്ബുദ് റബ്ബക ഹത്താ യഅ്തിയകൽ യഖീൻ. ഉറപ്പായ കാര്യം അഥവാ മരണം അത് വന്നെത്തുന്നതുവരെ നീ നിന്റെ റബ്ബിന് ഇബാദത്ത് നിർവഹിക്കുക. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അബ്ദുറഹ്മാൻ നാസിറു സഅദി റഹ്മഹുല്ലാ വിശദീകരിച്ചു, ഐ ഇസ്തമിർ ഫി ജമീഇൽ ഔഖാതി അല തഖർറുബി ഇലല്ലാഹി ബി അൻവാഇൽ ഇബാദാത്ത്. അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള വിവിധങ്ങളായ ഇബാദത്തുകളിൽ മുഴുവൻ സമയങ്ങളിലും നീ തുടരണം. അതുകൊണ്ട് തന്നെ ഈ ആയത്തിലെ ആദ്യ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഫംതസല സല്ലല്ലാഹു അലൈഹി വസല്ലം അംറ റബ്ബിഹി ഫലം യസൽ ദാഇബൻ ഫിൽ ഇബാദ ഹത്താ അതാഹുൽ യഖീനു മിർ റബ്ബിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റബ്ബിൻ്റെ കൽപ്പന അതനുസരിക്കുകയും അദ്ദേഹത്തിന് തൻ്റെ റബ്ബിൽ നിന്ന് മരണം വന്നെത്തുന്നതുവരെ ഇബാദത്തുകളിൽ അദ്ദേഹം മുഴുകി എന്നാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇബാദത്തുകൾ നിശ്ചയിച്ചിട്ടുള്ളത്? നമ്മെ ഒരിക്കലും പ്രയാസപ്പെടുത്താനല്ല, നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് നിലകൊള്ളുന്നവനുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു സൃഷ്ടിയെയും ആശ്രയിക്കേണ്ട ആവശ്യം റബ്ബിനില്ല എന്നർത്ഥം. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. അല്ലാഹ് വിളിച്ചു പറയുന്നു, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ഫീ മുൽക്കി ഷൈഅ. എൻ്റെ അടിമകളെ, നിങ്ങളിലെ ആദ്യക്കാരും അവസാനക്കാരുമായ മനുഷ്യരും ജിന്നുകളും എല്ലാം ഒരു ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനെ പോലെ ആയി എന്ന് സങ്കല്പിക്കുക. എന്നാലും എൻ്റെ അധികാരത്തിൽ, എൻ്റെ മുൽക്കിൽ അതുകൊണ്ടൊരു വർധനവും ഉണ്ടാകുന്നതല്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും. ഈ പ്രപഞ്ചത്തിലുള്ള, ഭൂമിയിലുള്ള മനുഷ്യരും ജിന്നുകളും ആദ്യക്കാരും അവസാനക്കാരും ഒക്കെ ഏറ്റവും ദുഷിച്ച ഒരാളെപ്പോലെ ആയാലും മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ, എൻ്റെ മുൽക്കിൽ അതുകൊണ്ടൊരു കുറവും സംഭവിക്കുന്നതല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ ഇഹപര സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് നാം അറിയണം. അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വിധേയമാകാതെ ഈ ലോകത്തും പരലോകത്തും
നമുക്ക് മറ്റ് രക്ഷാ വഴികൾ ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അള്ളാഹു ഉണർത്തുന്നു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. മനുഷ്യരെ, നിങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. അള്ളാഹു ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത ഗനിയാണ്, ഹമീദാണ്. ഇൻ യശഅ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ്. അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളെ നശിപ്പിക്കുകയും ഒരു പുത്തൻ തലമുറ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു പുത്തൻ തലമുറയെ കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും. വമാ ദാലിക അലല്ലാഹി ബി അസീസ്. അത് അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല. ഫലൗലാ ഫളുലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലകുൻതും മിനൽ ഖാസിരീൻ. അള്ളാഹുവിൻ്റെ ഫളുലും അവൻ്റെ റഹ്മത്തും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടിരുന്നു. വലൗലാ ഫളുലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദ. അള്ളാഹുവിൻ്റെ ഫളുലും റഹ്മത്തും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാളും ഒരിക്കലും വിശുദ്ധി പ്രാപിക്കുകയില്ലായിരുന്നു. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശുദ്ധി നൽകുമെന്നാണ്. അപ്പോൾ ഇബാദത്തുകൾ നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടിയാണ്, നമ്മുടെ ഖൈറിന് വേണ്ടിയാണ്, നമ്മുടെ ഇഹപര സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു ഇബാദത്തുകൾ നിശ്ചയിച്ചത് എന്നു തന്നെ നാം മനസ്സിലാക്കണം. പരലോകത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാരിബു വസദ്ദിദു. നിങ്ങൾ നേരെ ചൊവ്വെ അള്ളാഹ് കൽപ്പിച്ച പ്രകാരം കർമ്മങ്ങളിൽ മുഴുകണം. വ അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുക. വഅലമു അന്നഹു ലൻ യൻജുവ അഹദും മിൻകും ബിഅമലിഹി. അതോടൊപ്പം നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ കർമ്മം കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുകയില്ല എന്നറിയുകയും വേണം. വലാ അൻത യാ റസൂലല്ലാഹ്. റസൂലേ, അങ്ങും അങ്ങയുടെ കർമ്മം കൊണ്ട് രക്ഷപ്പെടില്ലേ എന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു. വലാ അന ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ. അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ പരലോകത്തും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു വെളിപ്പാട് അകലെയെന്നോണം വിശുദ്ധ റമളാൻ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഇബാദത്തുകളിൽ, സൽക്കർമ്മങ്ങളിൽ, രാത്രി നമസ്കാരങ്ങളിൽ, പകലിലെ വ്രതാനുഷ്ഠാനത്തിൽ മുഴുകുമ്പോൾ അതിനു മുമ്പ് ഈ കാര്യങ്ങൾ അറിഞ്ഞു വേണം ആ ഇബാദത്തിനെ സ്വീകരിക്കാൻ എന്നതുകൊണ്ടാണ് ഈ സമയം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമളാനിൻ്റെ തൊട്ടു മുന്നിൽ എത്തി നിൽക്കുന്ന നാം ചില കാര്യങ്ങൾ ഈ സമയത്ത് തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്ന്, നല്ല നിയ്യത്തോടെ നാം ഒരുങ്ങുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. കർമ്മങ്ങളെല്ലാം നിയ്യത്തുകൾക്ക് അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. കർമ്മങ്ങളും ഇബാദത്തുകളിലും ഒഴുകുമ്പോൾ എന്താണ് അവൻ്റെ നിയ്യത്ത്, അതിനനുസരിച്ചായിരിക്കും അവന് പ്രതിഫലം ലഭിക്കുക. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് തൻ്റെ മകൻ ഒരിക്കൽ, യാ അബത്തി ഔസിനി, പിതാവേ നിങ്ങൾ എനിക്കൊരു ഉപദേശം നൽകണം. പിതാവിനോട് ഉപദേശം ചോദിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല എന്ന പിതാവ് നൽകിയ ഉപദേശം, യാ ബുനയ്യ ഇൻവിൽ ഖൈറ, മോനെ നീ നന്മക്ക് വേണ്ടി മനസ്സിൽ ഒരുങ്ങുക, നിയ്യത്ത് ചെയ്യുക. ഫഇന്നക ലാ തസാലു ബിഖൈരിൻ മാ നവൈതൽ ഖൈറ. നീ ഒരു നന്മ ചെയ്യാൻ നിയ്യത്ത് വച്ചാൽ, മനസ്സുകൊണ്ട്, മനസ്സാന്നിധ്യം കൊണ്ട് ആ കർമ്മത്തിനൊരുങ്ങിയാൽ, ആ കർമ്മം ചെയ്തില്ലെങ്കിലും മാ നവൈതൽ ഖൈറ ലാ തസാലു ബിഖൈരിൻ മാ നവൈതൽ ഖൈറ, നീ ആ നിയ്യത്തോടു കൂടി തന്നെ ആ കർമ്മം ചെയ്തവനായി മാറി എന്നാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ സുബഹി ജമാഅത്ത് എനിക്ക് കിട്ടണം, എനിക്ക് സുബഹിക്ക് പള്ളിയിൽ ഹാജരാകണം, അല്ലെങ്കിൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന ഒരു മനസ്സ് നിയ്യത്തുണ്ടെങ്കിൽ ആ ഉറക്ക് നീണ്ടുപോയി ഒരുപക്ഷെ ഉറക്കിൽപ്പെട്ട് ആ കർമ്മം ചെയ്യാതെ വന്നാലും ആ നന്മയുടെ പ്രതിഫലം അവിടെ നിന്ന് നഷ്ടപ്പെടുന്നില്ല. ഈ സമയത്ത് റമളാനിനെ നാം നന്നായി സ്നേഹിച്ച് ഒരുങ്ങിക്കഴിഞ്ഞാൽ നാം അതോടെ റമളാനിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് തന്നെ നിയ്യത്ത് നന്നാവണം. മറ്റൊന്ന്, ആ നിയ്യത്തോടുകൂടി, നിയ്യത്തിൻ്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയവിശുദ്ധി
ഏറ്റവും പ്രധാനമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് മനഃപ്പാടമാണ്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പരലോകത്ത് ആ മനുഷ്യ കോടതിയിൽ നീ എന്നെ അപമാനിക്കല്ല റബ്ബേ, സ്വത്തും മക്കളും പ്രയോജനപ്പെടാത്ത ദിനം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല ഹൃദയത്തോടെ ആരാണ് നിന്റെ അടുക്കൽ വരുന്നത്? കറകളഞ്ഞ ഹൃദയത്തിന്റെ ഉടമ, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, അസൂയയില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകൾക്കാണ് പരലോകത്ത് രക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻ സമുദായങ്ങളെ കുറിച്ച് പറഞ്ഞ് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബ്ലക്കും. നിങ്ങളുടെ മുൻഗാമികൾ പൂർവിക സമുദായങ്ങളിലേക്ക് ഇഴഞ്ഞു വന്ന രോഗം നിങ്ങളിലേക്കതാ ഇഴഞ്ഞു വരികയാണ്. അൽ ഹസദു വൽ ബഗ്ള, അസൂയയും പരസ്പരമുള്ള വെറുപ്പും വിദ്വേഷവുമാണത്. ഹിയൽ ഹാലിഖ, അത് വരണ്ടി നശിപ്പിക്കും, വരണ്ടി ഇല്ലാതെയാക്കും. ലാ അഖൂലു തഹ്ലിഖു ശഅർ, തലമുടി വരണ്ടുക എന്നല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലാകിൻ തഹ്ലിഖുദ്ദീന, ഒരാളുടെ ദീനിനെ തന്നെ വരണ്ടി നശിപ്പിക്കുന്നതാണ് പരസ്പരമുള്ള അസൂയകളും വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തൽ. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾക്ക് മുമ്പിൽ നമ്മുടെ ഹൃദയ വിശുദ്ധി ഏറ്റവും പ്രധാനമാണ്. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത് അലസത വെടിയുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അള്ളാഹുവിനോട് കാവൽ തേടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിലുണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ വൽ അജ്സ്. അള്ളാഹുവേ, അശക്തി, കഴിവില്ലായ്മ, അതുപോലെ അലസത, മടി, അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. മറ്റൊരു പ്രാർത്ഥനയിൽ കാണും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. 4 അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാൻ. അള്ളാഹുവേ, ഉപകാരപ്പെടാത്ത അറിവിൽ നിന്നും, ഭക്തി തീണ്ടാത്ത ഹൃദയത്തിൽ നിന്നും, ആഗ്രഹം തീരാത്ത മനസ്സിൽ നിന്നും, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. ഒരാൾക്ക് ദീനിൽ നിലനിൽക്കാൻ, ശരിയാവണ്ണം നിലനിൽക്കാൻ ഈ 4 കാര്യങ്ങളും ആവശ്യമാണ്. അവന് പ്രമാണബന്ധമായ ഉപകാരപ്പെടുന്ന അറിവ് നേടാൻ കഴിയണം. അതോടൊപ്പം അവന്റെ ഹൃദയം എപ്പോഴും ഭക്തിയുടെ ഹൃദയമായിരിക്കണം, തഖ്വയുള്ള ഹൃദയമായിരിക്കണം. ഭക്തി തീണ്ടാത്ത ഹൃദയം അത് അള്ളാഹുവിൽ നിന്ന് അകന്ന ഹൃദയത്തിന്റെ അടയാളമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം എത്ര കിട്ടിയാലും പൂതി തീരാത്ത, ആഗ്രഹം തീരാത്ത മനസ്സിന്റെ ഉടമയാവുക. അപ്പോഴാണ് ഹറാമുകളിലേക്ക് മനുഷ്യർ ചെന്നെടുക്കുക. അതിൽ നിന്ന് രക്ഷയാകണം. അതോടൊപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ പറഞ്ഞ ഖൽബുൻ ലാ യഖ്ശ, ഭക്തി തീണ്ടാത്ത ഹൃദയം, ആ ഭക്തിയുള്ള ഹൃദയത്തിന്റെ ഉടമകളാകാൻ നമുക്ക് കഴിഞ്ഞാൽ ഇബാദത്തുകളിൽ നമുക്ക് സജ്ജമാകാൻ സാധിക്കും. മുനാഫിക്കുകളുടെ അടയാളമായി പറഞ്ഞത് തന്നെ അവർക്ക് ഇബാദത്തുകളോട് അലസതയുണ്ടായിരുന്നു എന്നാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല യുറാഊനന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. കപടവിശ്വാസികളുടെ അടയാളമായി പറഞ്ഞത് അവർ നമസ്കാരത്തിന് നിന്നാൽ അലസതയോടെയാണ് നിൽക്കുക. അവർ ആളുകളെ കാണിക്കാനാണ് ഇബാദത്തുകൾ നിർവഹിക്കുക. അള്ളാഹുവിനെ അല്പം മാത്രമല്ലാതെ അവർ സ്മരിക്കുകയില്ല എന്നാണ്. ഒരു ഹദീസിൽ കാണും അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ. കപടവിശ്വാസികൾക്ക് ഏറ്റവും ഭാരമുള്ള 2 നമസ്കാരം, ഒന്ന് ഇശാ നമസ്കാരവും ഒന്ന് സുബ്ഹി നമസ്കാരവുമാണ്. എന്ന് പറഞ്ഞാൽ ഇശ ഒരാൾ ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി പകുതി വരെ നിന്ന് നിസ്കരിച്ച പ്രതിഫലമാണ്. സുബ്ഹി ഒരാൾ ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച പ്രതിഫലമാണ്. പലപ്പോഴും ഈ 2 വലിയ പ്രതിഫലങ്ങളാണ് പലപ്പോഴും പലർക്കും നഷ്ടമാകുന്നത്. നാം ഏറെ ശ്രദ്ധിക്കണം ഈ നമസ്കാരത്തിന്റെ കാര്യത്തിൽ. എന്നിട്ട് റസൂൽ പറഞ്ഞത് വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്ബുവാ. ഈ 2 നമസ്കാരങ്ങൾ മുഖേന ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് അവരറിഞ്ഞാൽ അവർക്ക് കാലുകൾ കൊണ്ട് നടന്ന് പോകാനുള്ള ശക്തിയില്ലെങ്കിൽ അവർ ഇഴഞ്ഞുകൊണ്ടെങ്കിലും പള്ളികളിലേക്ക് ഈ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പോകുമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രയാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പറഞ്ഞു വന്നത് റമളാനിൻ്റെ മുമ്പ് ഈ നിലക്ക് റമളാനിനെ വേണ്ടി ഒരുങ്ങണം. അള്ളാഹു നമ്മെ പടച്ചത് ഇബാദത്തുകളിൽ സജീവരായിക്കൊണ്ട് ഇവിടെ നിലനിൽക്കാനാണ്.
വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അല്ലാഹു നമ്മെ നിരീക്ഷിക്കാത്ത ഒരു സമയവുമില്ല. അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നാം ഉള്ളത്. പക്ഷെ അല്ലാഹു നമ്മെ ഈ ആയത്തിൽ പറഞ്ഞ പോലെ ഹീന അല്ലദീ യറാക ഹീന തഖൂം, നീ അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ നിന്നെ കാണുന്നുണ്ട്. വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലുള്ള നിന്റെ ആ ചലനം, നിന്റെ ശരീരത്തിന്റെ ഇളക്കമുണ്ടല്ലോ, അതും അല്ലാഹു കാണുന്നുണ്ട്. അങ്ങനെ ഇബാദത്തുകളിലായി അല്ലാഹ് നമ്മെ കാണുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുമായിരുന്നു, ഇന്ന ഫിദ്ദുനിയ ജന്ന മൻ ലം യദ്ഖുൽഹ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ. ഭൗതിക ലോകത്തൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവർ പരലോകത്ത് അല്ലാഹ് ഒരുക്കി വച്ച സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. അദ്ദേഹത്തോട് ചോദിച്ചു, വമാഹിയ, ഏതാണ് ദുനിയാവിലെ സ്വർഗമെന്ന്? അദ്ദേഹം പറഞ്ഞത്, ഒന്ന് ജന്നത്തുൽ ഈമാൻ, ഈമാൻ എന്ന സ്വർഗം, വൽ ഉൻസു ബില്ലാ, അള്ളാഹുവിലേക്ക് ഇബാദത്തുകളുമായി ഒരു ഇണക്കമുണ്ടാക്കുക, അള്ളാഹുവിനോട് ഇബാദത്തുകളിലൂടെ ഇണങ്ങിച്ചേരുന്ന ഒരവസ്ഥയുണ്ടാവുക. അതുണ്ടോ അവൻ സ്വർഗത്തിലാണ് ദുനിയാവിൽ. ആ ദുനിയാവിലെ സ്വർഗത്തിൽ കടന്നാൽ പരലോകത്തെ സ്വർഗത്തിൽ അവൻ കടക്കും. ദുനിയാവിൽ ഈ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ അവന് പരലോകത്തെ സ്വർഗം നഷ്ടമാണ് എന്നർത്ഥം. ഇതാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ വബഅദ്. റമളാനിലേക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഭൗതികമായ ഒരുക്കങ്ങളിൽ എല്ലാവരും മുഴുകാറുണ്ട്. ആ ഭൗതികമായ ഒരുക്കങ്ങൾ ആവശ്യമെങ്കിൽ ആവാം. എപ്പോഴും വൃത്തിയോടെ നമ്മുടെ വീടും പരിസരവും നമ്മുടെ മസ്ജിദുകളും നമ്മുടെ ശരീരവും എല്ലാം എപ്പോഴും വൃത്തിയിൽ വേണം. അത് വൃത്തിയില്ലാത്ത അവസ്ഥ വന്നാൽ അവിടെ വൃത്തി ഉണ്ടാക്കണം. ആ നിലക്ക് റമളാനിന് മുമ്പ് ഒരുങ്ങാം. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ മനസ്സ് ശുദ്ധമാക്കി റബ്ബിലേക്ക് അടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ, അതിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടുകൂടാ. അതിൻ്റെ ഭാഗമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധങ്ങൾ, അറ്റുപോയ ബന്ധങ്ങൾ ചേർത്ത് പിടിച്ച് ഇബാദത്തുകൾക്ക് ഒരുങ്ങുക എന്നത്. ഒരു ഹദീസിലുള്ളത്, തുഅറദുൽ അഅ്മാലു ഫീ കുല്ലി ഇസ്നൈനി വ ഖമീസിൻ, എല്ലാ തിങ്കളും വേഴവും അള്ളാഹുവിൻ്റെ അടുത്ത് കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും. ഫയഗ്ഫിറുല്ലാഹു ലികുല്ലി ഇംറിഇൻ ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ഏതൊരാൾക്കും അള്ളാഹു ആ ദിവസങ്ങളിൽ പ്രത്യേകം അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇല്ലംറഅൻ കാനതു ബൈനഹു വബൈന അഖീഹി ശഅന, എന്നാൽ തൗഹീദുണ്ട്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നൽകുന്നവനാണ്, ശിർക്ക് ചെയ്യാത്തവനാണ്, എന്നാലും തനിക്കും തൻ്റെ സഹോദരനുമിടയിൽ പകയും വിദ്വേഷവും വെച്ചുള്ള അകൽച്ചയുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു അന്ന് പുറത്തു കൊടുക്കുന്നതല്ല. അള്ളാഹു പറയും, ഫയഖൂൽ ഉത്തുറുക്കു ഹാദൈനി ഹത്താ യസ്ത്വലിഹ, ഇവ രണ്ടുപേരെയും വിട്ടേക്കുക, അവർ നന്നായി വരട്ടെ, അവർക്ക് പുറത്തു കൊടുക്കാനായിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ, അറ്റുപോയ ബന്ധങ്ങളുണ്ട്. റമളാനിന് വേണ്ടി വീടൊക്കെ അലങ്കരിക്കുമ്പോഴും ഒരുക്കുമ്പോഴും അയൽവാസിയോട് ഞാൻ പിണക്കത്തിലാണല്ലോ, ആ പിണക്കം മാറ്റണം എന്ന് എത്ര പേർ ചിന്തിക്കാറുണ്ട്? ഇബാദത്തുകളിലൊക്കെ സജീവമാണ്, രാത്രി നമസ്കാരങ്ങളിലടക്കം. പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയോട് അകന്നാണ്, ഞാനും എൻ്റെ മക്കളും നല്ല ബന്ധത്തിലല്ല, ഞാൻ എൻ്റെ സുഹൃത്തുക്കളും നല്ല ബന്ധത്തിലല്ല, അത് മാറ്റാതെ ഞാൻ ഇബാദത്തിൽ മുഴുകിയിട്ട് എന്തു കാര്യം എന്ന് ആരാ ചിന്തിക്കാറുള്ളത്? ചിന്തിക്കണം. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണോ, ബന്ധങ്ങൾ ചേർത്ത് പിടിക്കണം. ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉ റഹിമിൻ, ബന്ധങ്ങൾ മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്നാണ്. ഇക്കാര്യവും കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അള്ളാഹു അവൻ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാനും എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്ത് നൽകി സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أعتقنا من النار،
اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين اللهم آت نفوسنا تقواها وزكها أنت خير من زكاها اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.